ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവി, അതായത് ഷോർട്ടായിട്ടാണ് റിവ്യൂ പറയണത്. ദേവൂട്ടിക്ക് കുറച്ച് ആർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് പല പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കപ്പൽ, കിളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പലതരത്തിലുള്ള കളർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ദേവി പറയുന്നുണ്ട്, മോൾ ഇത് എന്നെ കൊണ്ടല്ല ചെയ്യിപ്പിക്കേണ്ടത്, മോൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്തോളാം, ഈ പ്രാവശ്യം അമ്മ എന്തായാലും ചെയ്തതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ദേവി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പേപ്പർ കീറിപ്പോകും. അപ്പോൾ ദേവി പറയുന്നുണ്ട്, അയ്യോ പേപ്പർ കീറിപ്പോയാലോ, ഞാൻ വേറെ എന്തെങ്കിലും പേപ്പർ ഉണ്ടോ നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞാൽ ബാഗിൽ നോക്കുമ്പോൾ പേപ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആ സമയത്ത് ദേവി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, കണ്ണൻ കൊച്ചിൻ്റെ ടേബിളിൽ ഒന്നും വരയ്ക്കാത്തതും എഴുതാത്തതായിട്ടുള്ള എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ മോൾ എടുത്തുകൊണ്ട് വരാൻ പറയാണ്. അത് കേട്ട ദേവൂട്ടി വേഗം തന്നെ കണ്ണൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ടേബിളിൽ തന്നെ എഴുതിയ പേപ്പർ കാണും കേട്ടോ. ആ പേപ്പർ കാണുമ്പോൾ ദേവൂട്ടി അയ്യോ ഇത് എഴുതിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് അലമാരയിൽ, അതായത് ആ ഷെൽഫിൽ തന്നെ മടക്കി വെച്ചതിന് ശേഷം എഴുതാത്തൊരു 2-3 പേപ്പർ എടുത്തുകൊണ്ട് വരും. ദേവിക്ക് കൊടുക്കുമ്പോൾ ദേവി ചോദിക്കേണ്ടത്, എഴുതിയ പേപ്പറൊന്നും അല്ലല്ലോ മോളെ. ഇല്ല, എഴുതിയ പേപ്പർ ഞാൻ മാറ്റി വെച്ചത് എഴുതാത്ത പേപ്പറെന്ന് പറയാണ്. അങ്ങനെ ആ പേപ്പർ കൊണ്ടിട്ട് ഇങ്ങനെ ദേവി ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കണ്ണൻ ഫോണൊക്കെ വിളിക്കായിരിക്കും, മുറ്റത്തുനിന്ന് തിരിച്ച് വീട്ടിലെ റൂമിലേക്ക് കയറുമ്പോഴാണ് ഈ പേപ്പേഴ്സ് കാണാണ്ടിരിക്കണം. അയ്യോ ഞാനൊരു എഴുതി വെച്ച നമ്പർ ഇവിടെ പോയി, പ്ലാൻ ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അത് ഉമ്മറത്തൊന്ന് നോക്കുമ്പോൾ ദേവിയും കുഞ്ഞും കൂടിയിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണ കാണാണ്. അപ്പം തന്നെ കണ്ണന് ദേഷ്യം വരും കേട്ടോ. എൻ്റെ റൂമിൽ കയറാൻ ആര് പറഞ്ഞു, അനുവാദമില്ലാതെ നിന്നോട് കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേടി എന്ന് പറഞ്ഞിട്ട് ദേവൂട്ടിനെ പിടിച്ച് നിലത്തേക്ക് പിടിക്കുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആർട്സ് വർക്കൊക്കെ ചെയ്ത പേപ്പേഴ്സ് എല്ലാം കൂടി ചുരുട്ടി കണ്ണൻ നിലത്തേക്ക് എറിയുകയാണ്. കുഞ്ഞിൻ്റെ കരച്ചിലാകുമ്പോൾ അപ്പവും ഹരിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, കണ്ണ ഒരിക്കലും കൊച്ചു എഴുതിയ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, എഴുതാത്ത സാധനങ്ങളും ആ പേപ്പർ മാത്രം എടുത്തുകൊണ്ട് വന്നിട്ടെന്ന് പറയുമ്പോൾ ദേവി എടുത്ത് വേറെ കള്ളം പറയേണ്ട, ഇവൾ എഴുതിയ പേപ്പർ തന്നെ എടുത്തതിന്, അല്ലെങ്കിൽ ഞാൻ എഴുതിയ പേപ്പർ എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളമാണ്. ആ സമയത്ത് അപ്പവും ഹരിയും കണ്ടു പറയുന്നുണ്ട്, നീ എന്താ കണ്ണ ഇങ്ങനെ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ ഇത് ബഹളമൊക്കെ കേട്ടിട്ട് ബാലനും അതുപോലെ തന്നെ അഞ്ചും അതുപോലെ തന്നെ ശിവനൊക്കെ വരുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, ഇവ വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ മനുഷ്യൻ്റെ സമാധാനക്കേട് എന്നിങ്ങനെ പറയാണ്. നിനക്ക് എങ്ങനെ തോന്നിയിടാ ഈ കുഞ്ഞു കൊച്ചിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട്. അഞ്ചുവും ചോദിക്കും, എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിട ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, ഈ കുഞ്ഞിനെ വേണ്ടിയിട്ട് എത്ര വർഷമായിട്ട് നമ്മളിവിടെ കാത്തിരിക്കണമെന്നൊക്കെ നീ മറന്നുപോയോ, ഇവള് ജനിച്ചപ്പോഴുള്ള സന്തോഷം എല്ലാം നീ എത്ര പെട്ടെന്നാണ് കണ്ണ മറന്നത് എന്ന് അഞ്ചുവും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കണ്ണൻ്റെ തലയിൽ ഒന്നും കയറുന്നില്ല, ഇവൻ്റെ തല ഫുള്ളും ഇങ്ങനെ തന്നെയാന്നൊക്കെ അപ്പു കുറ്റം പറയാട്ടോ. അതെങ്ങനെയാ, ഇവൻ്റെ തല മുമ്പ് തൊട്ടേ ശരിയല്ല, ഇവൻ്റെ തല കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ അച്ഛൻ മരിച്ചില്ലേ എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കുമ്പോൾ ഹരിക്കും അതുപോലെ തന്നെ ശിവനും ബാലേട്ടനും ഒക്കെ ഒരു ഷോക്ക് പോലെ ആവും കേട്ടോ. അത് കേൾക്കുന്നത് ഹരിക്ക് ദേഷ്യം വന്ന് ഹരി അപ്പുവിൻ്റെ മുഖത്തേക്ക് അടിക്കുവാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ ബാലൻ വന്ന് ഹരിയുടെ മുഖത്തടിക്കും. ആ സമയത്ത് അപ്പു ചോദിക്കേണ്ടത്, എൻ്റെ ഭർത്താവിനെ അടിക്കാൻ വേണ്ടി നിങ്ങൾ ആരാന്നിങ്ങനെ ചോദിക്കും. ബാലേട്ടനാകെ അയ്യടാന്നായി പോട്ടോ. ബാലേട്ടൻ അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. അപ്പം എല്ലാവരും അങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ ശിവൻ വേഗം തന്നെ നമ്മുടെ കണ്ണനോട് പോയി പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, എല്ലാവരും തെറ്റിപ്പിന്നപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലേടാ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. കണ്ണൻ വേഗം തന്നെ റൂമിൽ കേട്ട് വാതിലടിച്ചിട്ടിരുന്ന് കരയുവാട്ടോ. ശേഷം നമ്മുടെ അപ്പുനോട് ഹരി ചോദിക്കേണ്ടത്, നീ എന്തിനാണ് എൻ്റെ ബാലേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, ബാലേട്ടൻ്റെ മനസ്സ് വല്ലാതെ നൊന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട്, ബാലേട്ടൻ്റെ മനസ്സ് മാത്രം നൊന്തത് മാത്രം നിനക്ക് അറിയുള്ളൂ, അത്രയും പേരുടെ മുമ്പ് നീ എൻ്റെ മുഖത്തടിച്ചല്ലോ, അതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ, ഒരു സോറി പോലും നീ പറയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ബാലേട്ടൻ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.